ക്ഷേത്രങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് പറയാൻ പോകുന്നത് 12 ശിവാലയങ്ങളിലൂടെ എന്നതാണ്. ഭാരതത്തിലെ പ്രസിദ്ധമായ 12 ശിവാലയങ്ങൾ ഉള്ളത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. ഈ ശിവാലയങ്ങളിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങാണ് ശിവാലയ ഓട്ടം. ഐതിഹാസികമായ ഈ ഓട്ടം വേറെ ഒരിടത്തും ദർശിക്കാൻ കഴിയില്ല. സ്വയം പീഡനത്തിലൂടെ ത്യാഗപൂർണമായ ക്ഷേത്ര ദർശനം നടത്തുന്ന മഹത്തായ ഈ രീതി മഹാശിവരാത്രിയിലാണ്. ഒരു രാത്രിയും ഒരു പകലും നടന്നും ഓടിയും ക്ഷേത്രങ്ങളും ദർശിച്ചു കഴിയുമ്പോൾ ശിവഭക്തരായ വിശ്വാസികൾ ഏകദേശം 120 കിലോമീറ്ററോളം ദൂരം താണ്ടിയിരിക്കും. ശിവരാത്രിക്ക് 3 നാൾ മുമ്പ് ആരംഭിക്കുന്നു വ്രതം. കാവിമുണ്ടെടുത്ത് അരയിൽ ചുവന്ന തുണി ചുറ്റി അതിൽ പണക്കിഴിയും ഭസ്മസഞ്ചിയും തിരികെ കയ്യിൽ പനയോല വിശറിയുമായി ഓട്ടം ആരംഭിക്കുന്നു. ഓട്ടക്കാരായ ഇവരെ ഗോവിന്ദന്മാർ എന്നാണ് വിളിക്കുന്നത്. കൈവശം കരുതിയ പൈസ ശിവാലയങ്ങളിൽ കാണിക്കയായി അർപ്പിക്കുന്നു. ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച ശേഷം അണിയാനാണ് ഭസ്മം കരുതുന്നത്. ഓട്ടത്തിനൊടുവിൽ തിരുനട്ടാലത്ത് എത്തുമ്പോൾ ഇവിടെ നിന്ന് ചന്ദനവും ലഭിക്കും. ആദ്യ ശിവാലയമായ തിരുമല ക്ഷേത്രത്തിൽ നിന്നും ഓടിത്തുടങ്ങുമ്പോൾ ഗോവിന്ദ ഗോപാല എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കും. അവിടെ നിന്ന് തിക്കുറിശ്ശിക്കും തൃപ്പരപ്പിനും പോകും. തിരുനന്ദിക്കര ക്ഷേത്രത്തിൽ ആദ്യ ഓട്ടക്കാരൻ എത്തുമ്പോൾ അവിടെ കൊടിയേറ്റം നടക്കും. പിന്നെ പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടക്കോട് എന്നീ ക്ഷേത്രങ്ങളിലേക്ക് ഒരു രാത്രി കൊണ്ട് താണ്ടുന്നു. അത് കഴിഞ്ഞ് തിരുവിതാംകോട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം എന്നീ ക്ഷേത്രങ്ങളിലൂടെ മറുപകൽ എത്തുമ്പോൾ ശിവാലയ ഓട്ടം പൂർത്തിയാകുന്നു. അങ്ങനെ ഓട്ടക്കാർ ത്രിമൂർത്തികളുടെ അനുഗ്രഹം നേടുന്നു. ഈ സമയത്ത് ശിവാലയങ്ങളെല്ലാം രാത്രിയും പകലും തുറന്നിരിക്കും. ശിവാലയ ദർശനം പുണ്യമെന്ന് പറയുമ്പോൾ തന്നെ മരണഭയത്തെ പോലും മറികടക്കാനാവുമെന്നും ആണ് വിശ്വാസം. 12 വർഷം തുടർച്ചയായി ഓടുന്നത് ഉത്തമമെന്ന് പരക്കെ വിശ്വാസം. ശൈവ വൈഷ്ണവ സാഹോദര്യം ലക്ഷ്യമാക്കി ഒരു കാലത്ത് തുടങ്ങിവെച്ച ചരിത്രപ്രസിദ്ധമായ ശിവാലയ ഓട്ടത്തിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. ദ്വാപരയുഗ കാലത്ത് ധർമ്മപുത്രർ ഒരു യാഗത്തിന് ഒരുങ്ങി. യാഗം നടത്താൻ പുരുഷ മൃഗത്തിന്റെ പാൽ ആവശ്യമായി വന്നു. പകുതി മനുഷ്യന്റെയും പകുതി മൃഗത്തിന്റെയും രൂപഭാവമാണിത്. പുരുഷമൃഗമെന്ന് വ്യാഘ്രപാദൻ ശിവഭക്തനും അതിബലവാനുമാണ്. യാഗത്തിനായി മഹർഷിമാരും രാജാക്കന്മാരും എത്തിച്ചേർന്നു. എങ്കിലും വ്യാഘ്രപാദ മഹർഷി അവിടെ എത്തിയില്ല. അതിനുള്ള വിഷമം ധർമ്മപുത്രർ ശ്രീകൃഷ്ണനെ അറിയിച്ചു. ശ്രീകൃഷ്ണൻ അതിന് വഴി കാണുകയും വ്യാഘ്രപാദരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഭീമനെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഭീമൻ യാത്ര ചെയ്തു മുനിയാർത്തോട്ടം എന്ന സ്ഥലത്ത് എത്തി. അവിടെ ധ്യാനത്തിലിരിക്കുന്ന മഹർഷിയെ കണ്ടു. എന്നാൽ മഹർഷിയോട് അടുക്കാൻ കഴിയാത്ത വിധം അഗ്നി വലയം കണ്ടപ്പോൾ ഭീമൻ തിരിച്ചുപോയി. അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മന്ത്രവും 12 രുദ്രാക്ഷവും നൽകി ഭഗവാൻ വീണ്ടും ഭീമനെ അയച്ചു. തപസ്സിന് തടസ്സം വരുത്തിയ ഭീമനെ വ്യാഘ്രപാദൻ പിടികൂടാൻ ശ്രമിച്ചു. ആ സമയത്ത് ഭീമൻ തന്റെ രുദ്രാക്ഷങ്ങളിൽ ഒരെണ്ണം അവിടെ ഇട്ടു. രുദ്രാക്ഷം വീണെടുത്ത് ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. മഹർഷി ശിവലിംഗത്തെ പൂജിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഭീമൻ ഓട്ടമായി. ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ചുകൊണ്ടോടിയ ഭീമന്റെ പിന്നാലെ മഹർഷിയും ഓട്ടമായി. മഹർഷിയെ കണ്ട മാത്രമേ ഭീമൻ വീണ്ടും ഒരു രുദ്രാക്ഷം കൂടി തറയിലിട്ടു. അവിടെ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന രുദ്രാക്ഷങ്ങളെല്ലാം തീർന്നപ്പോൾ 12 ശിവലിംഗങ്ങളും പ്രത്യക്ഷമായി. മുനിയാർതോട്ടം എന്ന മുഞ്ചിറയിൽ നിന്നും ആരംഭിച്ച ഓട്ടം തിരുനട്ടാലത്ത് അവസാനിക്കുന്നു. അവിടെ ഹരിയും ഹരനും ചേർന്ന് ഭീമനെ അനുഗ്രഹിച്ചുവെന്നാണ് ഐതിഹ്യം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്കും ചെയ്യാൻ മറന്നു പോകരുത്.